സോ നമ്മൾ കോൺഗ്രുവൻസ് റിലേഷനെ പറ്റി നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം കോൺഗ്രുവൻസ് എന്താണെന്ന് നോക്കാം. സോ വി സേ ദാറ്റ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എം ഓർ എ കോൺഗ്രുവൻറ്റ് ടു ബി mod m if a minus b is divided by m. അതായത് നമ്മൾ യൂഷ്വലി കോൺഗ്രുവൻസ് എഴുതുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് എയും ബിയും എമ്മും എല്ലാം ഇവിടെ ഇൻറ്റീജേഴ്സാണ്. ഇവിടെ എ ബി എം എല്ലാം ഇൻറ്റീജേഴ്സാണ്. ആൻഡ് നമ്മൾ എഴുതും എ ഈസ് കോൺഗ്രുവൻറ്റ്. ഈ സിമ്പലിനെ വിളിക്കുന്ന പേരാണ് കോൺഗ്രുവൻറ്റ്. എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എം എന്ന് പറയുന്നത് എപ്പോഴാണ്? വെൻ എ മൈനസ് ബീനെ, എ മൈനസ് ബി കിട്ടുന്നത് എയും ഈ ബിയും ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ എ മൈനസ് ബിയും ഒരു ഇൻറ്റീജർ ആയിരിക്കും. ആ എ മൈനസ് ബീനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എം എന്ന്. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്നതായിരിക്കും എ ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എം. ആൻഡ് ഇവിടെ ഈ ഇൻറ്റീജർ എമ്മിനെ വിളിക്കുന്ന പേരാണ് മോഡുലസ്. എമ്മിനെ വിളിക്കുന്ന പേരാണ് മോഡുലസ് എന്നുള്ളത്. സോ നിങ്ങൾ ഇപ്പം ഞാൻ ഈ ക്ലാസ് കേൾക്കുന്നതിൻ്റെ കൂടെ ഞാൻ അയച്ചു തന്ന PDF നോട്ട്സ് കൂടെ നോക്കിയിട്ട് ക്ലാസ് കേൾക്കുക. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം. കോൺഗ്രുവൻസിൻ്റെ എക്സാമ്പിൾ 87 കോൺഗ്രുവൻറ്റ് ടു 23 mod 4. സോ 87 കോൺഗ്രുവൻറ്റ് ടു 23 mod 4 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയണം? 87 മൈനസ് 23നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 87 ഈസ് കോൺഗ്രുവൻറ്റ് ടു 23 mod 4 ആണെന്ന്. സോ നമുക്ക് നോക്കാം. 87 മൈനസ് 24 എത്രയാണ്? 87 മൈനസ് 23 എന്ന് പറയുന്നത് is 64. 64 is divisible by 4 ആണ്. 64നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും 87 is congruent to 23 mod 4 ആണെന്ന്. സോ ഇത് ഫസ്റ്റ് എക്സാമ്പിൾ. സെക്കൻഡ് വൺ, 67 congruent to 1 mod 6. ഇങ്ങനെ നമുക്ക് എപ്പം പറയാൻ പറ്റും 67 congruent to 1 mod 6 ആണെന്ന്? എപ്പോഴാണെന്ന് വെച്ചാൽ 67 മൈനസ് 1 is divided by 6 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 67 congruent to 1 mod 6 ആണെന്ന്. 67 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 66. 66നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും 67 congruent to 1 mod 6 ആണെന്ന്. ഇനി തേർഡ് എക്സാമ്പിൾ, 72 congruent to minus 5 mod 7. 72 congruent to minus 5 mod 7 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതായത് 72 മൈനസ് 5നെ. സോ നേരത്തെ നമ്മുടെ എക്സാമ്പിളിലെല്ലാം ഇവിടെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആയിരുന്നു, ഇവിടെ നെഗറ്റീവാണ് വന്നിരിക്കുന്നത്. അപ്പം അതിനെ അപ്പുറത്തേക്ക് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ഓഫ് മൈനസ്, അതായത് പ്ലസ് ആകും. അതായത് 72 മൈനസ് 5നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പറയാം 72 ഈസ് കോൺഗ്രുവൻറ്റ് ടു മൈനസ് 5 mod 7 ആണെന്ന്. ഇവിടെ 72 പ്ലസ് 5 എന്ന് പറയുന്നത് എത്രയാണ്? 72 മൈനസും ചെയ്യുമ്പോൾ പ്ലസ് ആകും. 72 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 77. 77നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം 72 ഈസ് കോൺഗ്രുവൻറ്റ് ടു മൈനസ് 5 mod 7 ആണെന്ന്. ആൻഡ് ഒരു എക്സാമ്പിൾ, 27 ഇസ് കോൺഗ്രുവൻറ്റ് ടു 8 mod 9. ഇതാണോ ചെക്ക് ചെയ്യാം. 27 കോൺഗ്രുവൻറ്റ് ടു 8 mod 9 ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കുന്നത്? 27 മൈനസ് 8നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. 27 മൈനസ് 8 എന്ന് പറയുന്നത് എത്രയാണ്? 19ആണ്. 19നെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് പറയാം 27 ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 8 mod 9. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമിന് ഇങ്ങനെ ഒരു കോൺഗ്രുവൻസ് തന്നിട്ട് ചോദിക്കാം, ഈ കോൺഗ്രുവൻസ് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ കിടക്കുന്നത് ഈ രണ്ട് ഇൻറ്റീജേഴ്സ് തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുക. എന്നിട്ട് ആ സബ്ട്രാക്റ്റ് ചെയ്യുന്ന ആ വാല്യൂവിനെ ഈ
ഈ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് നമുക്ക് എക്സാക്ട്ലി ഡിവിസിബിൾ, അതായത് റിമൈൻഡർ 0 കിട്ടുന്ന രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ദാറ്റ് നമ്പർ ഇസ് കോൺഗ്രുവൻറ്റ് ടു ദ അതർ നമ്പർ മോഡുലസ് സംതിങ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നോട്ടിൽ തന്നിട്ടുണ്ട്, അതിൽ നെക്സ്റ്റ് ഒരു തിയറം, ജസ്റ്റ് ഒരു തിയറമാണ് പറയുന്നത്. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഒരു ഇൻറ്റീജർ എ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എ ഇസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എം ആയിരിക്കും, ജസ്റ്റ് സം പ്രോപ്പർട്ടീസ്. പിന്നെ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, തിരിച്ചു എഴുതാം, ബി കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എം ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? എ മൈനസ് ബീനെ നമുക്ക് എം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും ബി മൈനസ് എനെയും എം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ, കാരണം ഇവിടെ എയും ബിയും എല്ലാം ഇൻറ്റീജേഴ്സ് അല്ലേ, എമ്മും ഇൻറ്റീജറാണ്, അതുകൊണ്ട് അത് പ്രശ്നമില്ല. ഇനി ഇത് നമുക്ക് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതല്ലേ റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റ് ഇക്വലൻസ് റിലേഷൻ, അത് തന്നെയാണിത്. ഇനി എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണ്, ബി കോൺഗ്രുവൻറ്റ് ടു സി മോഡ് എം ആണെങ്കിൽ നമുക്ക് പറയാം എ കോൺഗ്രുവൻറ്റ് ടു സി മോഡ് എം, ട്രാൻസിറ്റിവിറ്റി. സോ ഇത് ജസ്റ്റ് കോൺഗ്രുവൻസിൻ്റെ ഇക്വലൻസ് റിലേഷനാണ്. സോ ഇതൊന്ന് നോട്ട് ചെയ്യാം. അടുത്തത് നമുക്ക് നോക്കാം റെസിഡ്യൂ ക്ലാസ്സസ്. റെസിഡ്യൂ ക്ലാസ്സസ് ഞങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് നമുക്ക് ഒരു ഇക്വലൻസ് റിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിനെ ഇക്വലൻസ് ക്ലാസ്സസ് ആയിട്ട്, ഡിസ്ജോയിൻറ്റ് ഇക്വലൻസ് ക്ലാസ്സസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇക്വലൻസ് ക്ലാസ്സസിനെ ഇവിടെ വിളിക്കുന്ന പേരാണ്, അതായത് കോൺഗ്രുവൻസിന് ആ ഇക്വലൻസ് ക്ലാസ്സസിനെ വിളിക്കുന്ന പേരാണ് റെസിഡ്യൂ ക്ലാസ്സസ്. അത്രയേ ഉള്ളൂ. അതായത് നമ്മളിപ്പം പറയും റെസിഡ്യൂ ക്ലാസ് മോഡുലോ എം എന്നെപ്പം പറയുമെന്ന് വെച്ചാൽ അതായത് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു നമ്പറുണ്ട് അല്ലേ, ഫോസേ എൻ്റെ കയ്യിൽ എ എന്നൊരു നമ്പറുണ്ട്, എ ഒരു ഇൻറ്റീജറുണ്ട്. എ എന്ന ഇൻറ്റീജറിനെ ഇവിടെ തന്നിരിക്കുന്ന മോഡുലോ എം കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, എ എന്ന ഇൻറ്റീജറിനെ ഞാൻ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ എനിക്ക് കിട്ടാവുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ ഡിവിഷൻ അൽഗോരിതം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടീഷൻ എഴുതിയായിരുന്നു 0 ≤ ആർ > ബി, അതായത് ഡിവൈസറിനെക്കാട്ടിലും ചെറുതായിരിക്കണം റിമൈൻഡർ ആൻഡ് 0യോട് ഈക്വലും ആകാം. അതാണ് റിമൈൻഡറിൻ്റെ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്. സോ ഈ കേസിൽ നമ്മുടെ റിമൈൻഡേഴ്സ് എന്തൊക്കെയായിരിക്കും? നമ്മുടെ ഡിവൈസർ ഇവിടെ എം ആണ്, അപ്പോൾ നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത് എനെ നമ്മൾ എം വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്? 0 കിട്ടാം, 1 കിട്ടാം, 2 കിട്ടാം, എക്സെട്ര m-1. അതായത് ഏതെങ്കിലും ഒരു ഇൻറ്റീജർ, ഒരു പ്രത്യേക ഇൻറ്റീജർ അല്ല, ഏതെങ്കിലും, ലെറ്റ് ഇറ്റ് ബി എനി ഇൻറ്റീജർ, ആ ഒരു ഇൻറ്റീജറിനെ നമ്മൾ എം എന്ന ഒരു ഇൻറ്റീജർ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് 0 തൊട്ട് m-1 വരെയുള്ള ഇൻറ്റീജേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടാവുന്ന റിമൈൻഡേഴ്സ്. ആ ഓരോ റിമൈൻഡേഴ്സിനെ അടങ്ങുന്ന ഇൻറ്റീജേഴ്സിൻ്റെ കളക്ഷനെ ആയിരിക്കും നമ്മൾ റെസിഡ്യൂ ക്ലാസ്സസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ മോഡ് 6 എടുത്തു, 6 എന്നൊരു ഇൻറ്റീജറിനെ നമ്മൾ എടുത്തു. 6 എന്നൊരു ഇൻറ്റീജർ നമ്മൾ എടുക്കുമ്പം ഇതാണ് നമ്മൾ ഡിവൈസറായിട്ട് ചൂസ് ചെയ്യുന്നത്. നമുക്ക് കിട്ടാവുന്ന പോസിബിൾ റിമൈൻഡേഴ്സ് ഏതൊക്കെയായിരിക്കും? 0, 1, 2, 3, 4, 5 അല്ലേ? ഏതെങ്കിലും ഒരു ഇൻറ്റീജറിനെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5. അപ്പോൾ നമുക്ക് നോക്കാം ഇനി റെസിഡ്യൂ ക്ലാസ്സസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. സോ റെസിഡ്യൂ ക്ലാസ്സസ് നമ്മൾ ഇൻറ്റീജേഴ്സിൻ്റെ കളക്ഷനിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം 0 കിട്ടുന്നത് എപ്പോഴാണ്. ഇതിൻ്റെ അർത്ഥം ഈ റെസിഡ്യൂ ക്ലാസ്സസ് ഓഫ് ഇക്വലൻസ് ക്ലാസ് ഓഫ് 0 എന്ന് എഴുതുന്നതിൻ്റെ അർത്ഥം 0 എനിക്ക് എപ്പോഴൊക്കെയാണ് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നതെന്നാണ് നോക്കേണ്ടത്. അതായത് 6 എന്ന നമ്പർ കൊണ്ട് ഞാൻ ഏതൊക്കെ ഇൻറ്റീജേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് 0 റിമൈൻഡർ കിട്ടുന്നത്. 6 എന്ന നമ്പറിനെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 റിമൈൻഡർ കിട്ടുമല്ലോ. 12, അതായത് 6ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും 6, 12, 18, 24, അതായത് 6ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസിനെയും നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അതുപോലെ
നെഗറ്റീവ് നമ്പേഴ്സും ആകാം. 0നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. -6, -12, -18, -24 എക്സെട്ര. അതായത് നമുക്ക് 6z, അതായത് z എടുക്കുവാണെങ്കിൽ നമുക്ക് 6ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0 റിമൈൻഡർ കിട്ടും. അപ്പം ഇതാണ് റെസിഡ്യൂ ക്ലാസസ് ഓഫ് 0 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് 1 എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഏതൊക്കെ ഇൻറ്റീജേഴ്സിനെയാണ് നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്നതെന്ന് നോക്കണം. അത് നോക്കാൻ ഒരു പാടുമില്ല. ഇത് നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമാണെങ്കിൽ ഇത് എഴുതാൻ ഒരു പാടുമില്ല. കാരണം ഈ കിട്ടിയിരിക്കുന്ന നമ്പേഴ്സിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അത് ഓർത്താൽ മതി. സോ 6ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 7, 13, 19, 25 എക്സെട്ര. അതിൻ്റെ കൂടെ 0യുടെ കൂടെ 1, -6ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ -5 ആണ്. -7 എഴുതി വെക്കല്ല. -12ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ -11, -17, -23 എക്സെട്ര. ഈ നമ്പേഴ്സൊക്കെ ആയിരിക്കും ഈ നമ്പേഴ്സിനെയൊക്കെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് 1 റിമൈൻഡർ കിട്ടുന്നത്. ഇനി 2 റിമൈൻഡർ കിട്ടുന്നതോ ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് 0യുടെ കൂടെ 2 ആഡ് ചെയ്യാൻ മതി. അതായത് 0യുടെ കൂടെ 2 ആഡ് ചെയ്യുമ്പോഴല്ല നമുക്ക് 2 കിട്ടുന്നത്. അപ്പോൾ ഓർത്താൽ മതി, ഒന്നെങ്കിൽ ഈ നമ്പേഴ്സിൻ്റെ കൂടെ 2 ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. ഏതെങ്കിലും ഈസിയുള്ള നോക്കാം. അപ്പം ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 8, 14, 20, 26 എക്സെട്ര. 2, -4, -10, -16 എക്സെട്ര. അങ്ങനെ നമുക്ക് ഇക്വലൻസ് 3യുടെയും 4ൻ്റെയും 5യുടെ വരെ കണ്ടുപിടിക്കാം.